നമ്മളിത് ഭയങ്കര ബിസിയാണ് കേട്ടോ. നമ്മളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മോൺട്രിയിലേക്ക് നമ്മളെല്ലാരും കൂടെ കൂടിയിട്ട് 1 ഡേ ഒരു ട്രിപ്പ് പോവാണ്. അതിന്റെ അടപ്പ താഴെ ഞങ്ങള് എല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ എന്നൊക്കെ റോഷൻ ഉണ്ടാക്കണേ? നമ്മള് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, പപ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ഫുഡും പറയാം. രാവിലെ ഇവിടുന്ന് ബ്രെഡ് ഒക്കെ തിന്നിട്ട് ചായ കുടിച്ചിട്ട് എത്ര മണിയാകുമ്പോ? രാവിലെ എത്ര മണിയാകുമ്പോൾ? നമ്മളൊരു 5 മണിയാകുമ്പോ വിചാരിക്കണേ. ഹാനുവും കൂടെ ഉള്ളതുകൊണ്ട് 5 മണിക്ക് പോണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു 10 മണിയാകുമ്പോ അവിടെ എത്തുമ്പോ നമ്മള് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകണമെന്ന് ഒന്ന് ബാലൻസ് ചെയ്യാൻ പപ്സും ചായയും. അതെ. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു ഉച്ചയാകുമ്പോ മെയിൻ കോഴ്സ് ചൈനീസിലെ സ്പെഷ്യൽ ബിരിയാണി. പിന്നെ വൈകുന്നേരം സ്പെഷ്യൽ ആയിട്ട് ഫ്രണ്ട്സിന്റെ ഗ്രീൻ പീസ് കറിയും ചപ്പാത്തി. ഹർഷ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന പപ്സ്. ഹാനു എന്നാ ഉണ്ടാക്കണേ? ഹാനു ക്ലീൻ ചെയ്യുക. തൊമ്മനും അഭിഷേകും ഉടനെ വരുന്നതായിരിക്കും. അവര് പുറത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയേക്കാണ്. നമ്മളിപ്പോ മോൺട്രിയിൽ ഒരു ഒമേഗ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് പോകുന്നത്. കുറെ ആനിമൽസ് എല്ലാം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിന് പിന്നെ കുറച്ച് പള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ ഓർത്തിട്ടാണ്. ഇവിടെ എന്തെങ്കിലും വാറുണ്ടോ? മല്ലി ഇട്ടില്ല, പുതിന മാത്രം. മല്ലി കുറച്ച് വേണ്ട. ഫൈനൽ മിക്സ് ബിരിയാണി നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തോ ഹനുഷ്. ചപ്പാത്തി എക്സ്പേർട്ടാണ് നമ്മുടെ അഭിഷേക്. മല്ലിയില നിന്നെയാണോ ഏൽപ്പിച്ചത്? കഴിഞ്ഞോ? എടാ ഇനി റൈസ് ഇരിപ്പുണ്ട്. ആണോ? റൈസിന്റെ മോളിലല്ലേ കൂട്ടുകാരെ വയ്ക്കണ്ടേ? തകൃതിയായിട്ടാണ് ഗ്രീൻ പീസ് റെഡിയായത്. സ്പെഷ്യൽ ഇതിന്റെ ഒരു റെസിപ്പി നമുക്കൊന്ന് പറയാൻ പറ്റുമോ? പറയാറില്ല. എങ്ങനെയായി? നല്ലായിരിക്കും. മസാല കറക്റ്റാ. നല്ല മസാലയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി മസാല എന്താണല്ലോ അടിപൊളിയായിരിക്കും. നമുക്ക് ഒരു പ്ലേറ്റ് എല്ലാവർക്കും കൂടെ കഴിക്കാം. വേണം ഒരു പ്ലേറ്റ് എല്ലാവർക്കും കൂടെ കഴിക്കാം. ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്, പ്രത്യേക ടേസ്റ്റ്. ചപ്പാത്തി കഴിക്കണോ, ബിരിയാണി കഴിക്കണോ, പഫ്സ് കഴിക്കണോ എന്നുള്ള ഡൗട്ടില്ലേ. അവിടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ കഴിക്കാതെ പുറത്തുനിന്ന് ഒരു പ്ലേറ്റ് എടുക്കാം. സൂപ്പർ അല്ലേ? ബട്ടർ പേപ്പർ എന്തിനാ? പപ്സിനാണോ? ഒരു ചവി ഉണ്ടായിരുന്നു.
എടുത്തു ചെയ്തു. നാൻസി പഠിച്ച ചപ്പാത്തി ഉണ്ടാക്കിയതുണ്ടോ? മറിച്ച് തിരിച്ചൊക്കെ എടുത്ത് കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ എന്താ പാട്? ഉണ്ടാക്കോ? പാവം ഇതാണ് മനുഷ്യൻ. ഇത് നോക്കിയാൽ എന്തോരം നേരം എന്താ പാത്രം കഴിയണം. ആ സെയിം പാത്രം തന്നെ ആയിരിക്കും. വാള് വയ്ക്കുന്നു. ഇവന്റെ കല്യാണം അല്ല ഞാനേ താത്തു വെച്ചത് പക്ഷേ കല്യാണത്തിനൊക്കെ ഞാനൊരു പപ്പടം വറക്കാം കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയാന്ന് റോഷൻ പെടലി ഇറക്കുമല്ലോ. സൂപ്പറേ. പപ്പടമായിട്ട് പറയണ്ട. ഇതിനിടയ്ക്ക് നമ്മുടെ അർഷയുടെ ബർത്ത്ഡേ ആഘോഷവും നടക്കാണ്. 12 മണിയായി. അവളുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ ടൈമായി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അർഷകുമാരി. എനിക്കാണോ പ്രായം കൂടിയതനുസരിച്ചാ. സൂപ്പർ കേക്കല്ലേ? അതെങ്ങനെ വിഷലി വന്നു? പിന്നെ ഇത്രയും കഴിച്ചാ നിനക്കെന്തോ കേക്ക് കഴിച്ചാ? 1.5 കഴിഞ്ഞ് ബിരിയാണി കഴിച്ചോ? ഓരോ ജാടയും പെടുത്തിയേ. സമയം 12:15 കേട്ടോ. ഈ കൊണ്ടാളൊക്കെ ഇങ്ങനെ വെട്ടിട്ടില്ലേ? ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെട്ടിട്ടില്ലേ? ആ വെട്ടി മതിയോ? ഇത് മതിയില്ലേ പപ്സ്? മുകളിലത്തെ പപ്സ് എല്ലാം ആയിട്ടുണ്ട്. താഴത്തെ പപ്സ് കയറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ മതിയോ? ഇത്ര മതി. ഇനി ആഴ്ച കഴിഞ്ഞ പോലെ പപ്സും റെഡിയായി. കുറച്ച് പപ്സ് കൊണ്ടുവന്ന് മാത്രം എടുത്തോണ്ട് പോവാ. ചപ്പാത്തി റെഡിയായി. പോണോ? അതെ. മഴയാണോ? ബൈ ബൈ. ഇനി പോണോ? ബൈ. ഇവിടെ കിടന്നാ പോരെ? പപ്സും എല്ലാം റെഡിയായി. അപ്പോൾ ഇത് നമ്മളെ കടക്കാൻ പോണ. നമുക്ക് ഇനി 2 മണിക്കൂറേ ഉള്ളൂ. രാവിലെ എണീക്കണം. 3:30 ആകുമ്പം എണീറ്റിട്ട് നാളത്തെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പം 1 മണിയായി. നമ്മൾ കിടക്കാൻ പോകണം. ബാക്കി നടക്കണം. ദിവസം വന്നു. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. രാവിലെ മഴയൊക്കെ ഉണ്ട്, എന്നാലും സീനില്ല. നമ്മൾ ഇറങ്ങാണ്. അപ്പം 5 മണിയായി. നമ്മൾ ഇറങ്ങാണ്. ബാക്കി നമുക്ക് പോണ വഴിയൊക്കെ കാണാം. ഹായ് ഗൈസ്. അപ്പം ഞങ്ങളിനി ഒരു 29 മിനിറ്റോടെ ഉള്ളൂ. ഏകദേശം എത്താറായി. നല്ല മഴയാണ്. ഞാനൊരു ഉറക്കം ഉറങ്ങി. കുറയിലത്തെ ആൾക്കാർ സ്റ്റിൽ ഉറക്കത്തിൽ നിന്നിട്ടില്ല. ഹാനും ഉറക്കമാണ്. പാവത്തൊമ്പൻ. അതുപോലെ തന്നെ ഇവരിടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി പിന്നെ കോഫിയൊക്കെ കുടിച്ചു. ഞങ്ങൾ ഉറക്കായതുകൊണ്ട് എണീറ്റില്ലായിരുന്നു. റോഡ് നല്ല മഴയായതുകൊണ്ട് റോഡിലൊക്കെ നല്ല വെള്ളം. അതുകൊണ്ട് സ്ലിപ്പറിയാണ്. നല്ല തന്നെയാണ്. നമ്മള് പോകുന്ന സ്ഥലം ഒമേഗ പാർക്കാണ്. പാർക്ക് ഒമേഗ എന്ന് പറയാം. ഒമേഗ പാർക്ക്. അവിടെ നമ്മുടെ കുറേ മൃഗങ്ങളൊക്കെ ഇങ്ങനെ മീൻസ് ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ നടക്കുന്ന സ്ഥലമാണ്. അതായത് ഒരു വാക്കിൻ, ഒരു ഡ്രൈവ് ത്രൂ, ഒരു സൂ പോലെ. അപ്പം ആ ഒരു 10-12 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പം ഇത് മഴയായതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാവുന്നു. നോക്കാം. അവിടെ കാണിക്കുന്നത് രാവിലെ ഭയങ്കര മഴയില്ല, ഉച്ചയാകുമ്പോൾ നല്ല മഴ എന്നാണ് കാണിക്കുന്നത്.
സ്ഥലം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 350 കിലോമീറ്റർ ദൂരമുള്ളതാണ്. മോൺട്രിയലിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ മുന്നത്തെ വർഷം വന്നിട്ടുണ്ട്. ഞാൻ വന്ന സമയത്ത് ഫസ്റ്റ് ടൈം വന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു വ്ളോഗ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഫ്രഞ്ചാണ് ഇവിടെ കൂടുതൽ സംസാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേന് കമ്മ്യൂണിക്കേഷൻ ചില സമയത്ത് കുറച്ച് പാടാകാറുണ്ട്. കൊമേന്റ് സെറ്റപ്പ് എന്നാണ് So I think that's one and another 8 pieces. You got one? I have one here. So we can go at the washroom, right? Thank you so much. Yeah, fine. Thank you. Hello, clubhouse ഉണ്ട് അവിടെ clubhouse. അത് അവിടെയാണ് വാഷ്റൂം. ആണോ? വൺ വേ ആണ്. അതുകൊണ്ട് പിന്നെ ക്യാരറ്റ് ബൈസണ് കൊടുക്കരുത്, ഡിയർ ഫാമിലിക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. എല്ലാം ഫ്രഞ്ചാ. ഇതാണ് തോന്നുന്നു. തൊമ്മനെങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയത്? ഫോട്ടോ ഇടാറില്ലേ? എന്റെ കഴുത്ത് കുത്തി പോയത് ക്യാപ്റ്റർ ചെയ്യുന്നുണ്ടോ? നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാണ്. പറഞ്ഞ പോലെ പപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വൈകി പോവാ. ബൗബു മരത്തിൽ ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചിരുന്നുണ്ട് പല പല രൂപങ്ങൾ. എല്ലാരും